ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാംഗ്ലൂരിൽ വളരെയേറെ പോപ്പുലർ ആയിക്കൊണ്ടുള്ള അക്വേറിയം പാരഡൈസിലെ ഒത്തിരി വെറൈറ്റി ഓഫ് ഫിഷസും പിന്നെ ഒത്തിരി ഭംഗി നിറഞ്ഞ കാഴ്ചകളും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ തൊട്ടടുത്തുള്ള ഫൺ വേൾഡിനെ കുറിച്ചാണ്. ടോട്ടൽ 100+ വെറൈറ്റി ഓഫ് ഗെയിംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്, അതിൻ്റെ ഓഫർ പ്രൈസ്, പിന്നെ ഇവിടുത്തെ ത്രിൽഡായ റൈഡ്സ് ഏതൊക്കെയാണെന്ന് എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ബാംഗ്ലൂരിലെ മെയിൻ സിറ്റിയായ ജെയ്സി നഗറിലാണ് നമുക്ക് ഈ ഫൺ വേൾഡ് കാണാൻ പറ്റുന്നത്. ഫൺ വേൾഡ് മാത്രമല്ല ഉള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അക്വേറിയം പാരഡൈസും പിന്നെ സ്നോ സിറ്റിയും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വീക്ക് ഡേയ്സ് ആണെങ്കിൽ അഡൾട്ട്സിന് 1199 വീക്കെൻഡ്സ് ആണെങ്കിൽ 1499 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ചിൽഡ്രൻസിന് വീക്ക് ഡേയ്സ് ആയാലും വീക്കെൻഡ്സ് ആയാലും സെയിം ചാർജായ 999 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒത്തിരി ത്രിൽഡായ റൈഡ്സ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഒത്തിരി ത്രിൽഡായ പവർ സർജ്, പിന്നെ വാട്ടർ ഗെയിമായ സുനാമി. ഈ കാണുന്ന റൈഡാണ് വിൻഡ്മിൽ, പിന്നെ സ്കൈ ഡ്രോപ്പ്, ഒത്തിരി പേടിപ്പിക്കുന്ന ഹൈ ടവർ. ഈ കാണുന്നതാണ് ടെക്നോ ജംപ്, പിന്നെ പെൻഡുലം റൈഡ്, ഒത്തിരി ത്രിൽഡായ റോളർ കോസ്റ്റർ. പിന്നെ ഈ കാണുന്നത് ആർട്ടിഫിഷ്യലായ ഒരു വാട്ടർഫാൾ ആണ്. വേറെയും കുറേ ഡ്രൈ ഗെയിംസും വാട്ടർ ഗെയിംസും പിന്നെ ചിൽഡ്രൻസ് ഗെയിംസും ആണ് നമുക്കിവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ചുറ്റും വാട്ടർ ഗെയിംസ് ആണ്, പല വെറൈറ്റി ഓഫ് വാട്ടർ ഗെയിംസ് ആണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ ബൈ 3 ടിക്കറ്റ്സ് ആൻഡ് ഗെറ്റ് 2 ടിക്കറ്റ്സ് ഫ്രീ എന്ന ഓഫർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 10th or 12th സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ ആ ഹാൾ ടിക്കറ്റ് കാണിച്ചാൽ മതി, 35% ഡിസ്കൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ വെഡ്നസ്ഡേയ്സ് ബൈ 1 ടിക്കറ്റ് ആൻഡ് ഗെറ്റ് 1 ടിക്കറ്റ് ഫ്രീ ആണ്. അതുമാത്രമല്ല, നമ്മൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു സമ്മർ ഹോളിഡേയിൽ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് നമ്മൾ വരുവാണെങ്കിൽ ഒത്തിരി നല്ലൊരു ഓഫറാണ് ഇവർ വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ ടൈമിങ്സ് എന്താണെന്ന് വെച്ചാൽ രാവിലെ 10:30 വൈകിട്ട് 7 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്സ്. അപ്പോൾ ഒത്തിരി ഡിഫറെൻ്റ് ആയ വാട്ടർ ഗെയിംസ് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ആർട്ടിഫിഷ്യലായ ഒരു വാട്ടർഫാള്. ഇവർ മാനുവലി ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്ന വാട്ടർഫാൾ. നല്ലൊരു ഭംഗിയുണ്ട്. ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, കുട്ടികളൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് കളിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രസ്സ് ആവട്ടെ വേറെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. ലോക്കർ കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ആദ്യം ലോക്കർ എടുക്കുന്ന സമയത്ത് 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ലോക്കറിൻ്റെ കീ അവർക്ക് കൊടുക്കുമ്പം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് 500 രൂപ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് സ്നോ സിറ്റി. അപ്പോൾ എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും. കണ്ടില്ലേ, സ്നോ സിറ്റീൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വീക്ക് ഡേയ്സ് ആണെങ്കിൽ ഒരാൾക്ക് 650 ആണ്. പിന്നെ വീക്കെൻഡ്സും ഹോളിഡേയ്സും ആണെങ്കിൽ 750 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു വെറൈറ്റി ഓഫ് കിഡ്സിൻ്റെ ഗെയിംസ് ആണ്, കിഡ്സിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പം വീക്കെൻഡ്സ് അല്ലെ ഹോളിഡേയ്സ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളുമായിട്ട് നമ്മളിവിടെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഒത്തിരി ഡിഫറെൻ്റ് ആയ ഗെയിംസ് ആണ് ഇവിടെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ സൈഡ് അഡൾട്ട്സിൻ്റെ ഡ്രൈ ഗെയിംസ് ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഈ കാണുന്ന ഗെയിമിനെ മാറ്റർ ഹോൺ എന്ന് പറയും. പിന്നെ ഈ കാണുന്നതാണ് വിൻഡ് മിൽ. ഒത്തിരി ത്രിൽഡായ പേടി തോന്നിക്കുന്ന ഒരു റൈഡാണ് ഈ വിൻഡ് മിൽ. അപ്പം വണ്ടർലയിലുള്ളത്ര ഗെയിംസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു മിനി വണ്ടർല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വണ്ടർലയിലുള്ളതുപോലെ തന്നെ ഒത്തിരി ത്രിൽഡായ ഗെയിംസ് നമുക്ക് ഇവിടെയും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ വണ്ടർലയിലാണ് കൂടുതൽ ത്രിൽഡായ പിന്നെ കൂടുതൽ നമ്പർ ഓഫ് ഗെയിംസ് ഉള്ളത്.
അപ്പം വൈകിട്ടത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഈ ജയൻറ്റ് വീലർ ഫുള്ളായിട്ട് അവർ ലൈറ്റിങ്സ് ചെയ്തേക്കുവാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കാണുന്നതാണ് മിനി ട്രെയിൻ. ഇത് വൈകിട്ടായത് കൊണ്ട് തന്നെ എല്ലാ ഗെയിംസിൻ്റെ അവിടെയും നമുക്ക് നല്ലൊരു ലൈറ്റിങ്സിൻ്റെ കാഴ്ച കാണാൻ പറ്റും, കണ്ടില്ലേ? ഇവിടെ ഫുള്ളായിട്ടും നമുക്ക് ലൈറ്റിങ്സ് കാണാൻ പറ്റും. ഏകദേശം ഇപ്പോൾ ഒരു ക്ലോസിങ് ടൈം ആയി തുടങ്ങി. അപ്പം അതുകൊണ്ട് എല്ലാവരും പോയി തുടങ്ങുവാണ് ഇപ്പം. ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ഒരു ഫുൾ ഡേ പ്ലാൻ ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഗെയിംസും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വളരെയേറെ ഗെയിംസാണ് ഇവിടെ കളിക്കാനായിട്ടുള്ളത്. അതുമാത്രമല്ല വീക്കെൻഡ്സ് വരുവാണെങ്കിൽ ഒത്തിരി ആൾക്കൂട്ടമായിരിക്കും. വീക്ക് ഡേയ്സ് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം നമുക്ക് ഒത്തിരി ഗെയിംസ് കളിക്കാനും സാധിക്കും. പിന്നെ ആൾക്കൂട്ടവും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫൺ വേൾഡിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള അക്വേറിയം പാരഡൈസിൻ്റെ വീഡിയോയും കൂടി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ചെന്ന് കാണണം. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.